ഒരാളുടെ തെറ്റുകുറ്റങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നതിലും നല്ലത് അത് അയാളോട് തന്നെ പറഞ്ഞ് തിരുത്താൻ ആവശ്യപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ കണ്ണടയ്ക്കരുത്. അത് നിങ്ങളെ ഒന്നുമല്ലാതെയാക്കും. നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് പ്രവർത്തിക്കുക. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഒരു തവണ ഭംഗി നഷ്ടപ്പെട്ടാൽ പിന്നീട് അതേ ഭംഗിയോടെ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കാത്ത ഒന്നാണ് പരസ്പര വിശ്വാസം. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആകില്ല. സ്നേഹം അഭിനയിക്കുന്നവർക്ക് മാത്രമേ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നമ്മോട് അകലുകയുള്ളൂ. ആത്മാർത്ഥമായി സ്നേഹിച്ചവർ എന്നും കൂടെ തന്നെ ഉണ്ടാകും. ജീവിതത്തിൽ എത്ര ആഗ്രഹിച്ചാലും തിരിച്ചു കിട്ടാത്ത പലതുമുണ്ട്. അതിലൊന്ന് അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെടുത്തിയ ചില സ്നേഹബന്ധങ്ങളാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിനെ സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ വെറുക്കരുത്. നിങ്ങൾ കാണാത്തത് പറയരുത്. നിങ്ങൾ ചെയ്യാത്തതിനെ വിലയിരുത്തരുത്. എപ്പോഴും കൂടെയുള്ളവരെ കാണാനുള്ള കണ്ണ് ദൈവം നമുക്ക് തന്നിട്ടില്ല. അകന്ന് ദൂരെ എത്തുമ്പോഴാണ് നമ്മൾ അവരെ കാണുന്നത്. നമുക്കവർ എത്ര വലുതായിരുന്നു, എത്രമാത്രം ആശ്വാസമായിരുന്നു എന്നൊക്കെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക. ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധികം സമയം വേണ്ടിവരില്ല. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയാൻ. അതൊരു വാക്കിലൂടെ ആണെങ്കിൽ പോലും. ഇടയ്ക്കിടെ കണ്ണുനീർ തുടയ്ക്കുന്നതിന് പകരം നിങ്ങളുടെ കണ്ണുനീരിന് കാരണമായവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിന് പകരം ചോദിക്കാതെ കടന്നു പോകില്ല. അത് കാണാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും. മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചത് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നുപോയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മറ്റാരെയും നോക്കാതെ, മറ്റൊന്നും നോക്കാതെ ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അതുമാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നിങ്ങളുടെ മനസ്സിൽ ഭയത്തോടെ സഞ്ചരിക്കരുത്. സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നയിക്കേണ്ടത്. എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റി വയ്ക്കരുത്. ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്ന് ഉണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്. പ്രവർത്തിക്കുക. ജീവിതത്തിലേക്ക് അവസരങ്ങൾ കടന്നു വരുമ്പോൾ കൃത്യമായി വിനിയോഗിക്കുക. ഇതാണ് ബുദ്ധിമാന്മാരുടെ വിജയസൂത്രം. നിങ്ങൾ അലസമായിരിക്കുന്ന സമയത്ത് ലോകത്തെവിടെയോ നിങ്ങളുടെ എതിരാളി കഠിനമായി പരിശീലിക്കുന്നു. മത്സരം നടക്കുമ്പോൾ വിജയം അയാൾക്കൊപ്പമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോഴേ പ്രവർത്തിക്കുക. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. ആരും നമുക്ക് സ്വന്തമല്ല. മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേ ഉള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക്. അവസാനിച്ചു പോയ ചില ബന്ധങ്ങളെ പറഞ്ഞു തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ചുരുട്ടിയെറിഞ്ഞ കടലാസ് പോലെയാണ്. എത്ര നന്നായി നിവർത്താൻ ശ്രമിച്ചാലും ചില ചുളിവുകൾ അവിടെ തന്നെ ഉണ്ടാകും. മുഖത്തു നോക്കി സത്യം പറയുന്നവരെ നാം വെറുക്കും. എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ നാം സ്നേഹിക്കും. അതാണ് ലോകം. ജീവനോടെ ഇരിക്കുമ്പോൾ മരിച്ചു എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ. നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുമല്ലെന്ന് തിരിച്ചറിയുമ്പോൾ. വിജയത്തിൻ്റെ തൊട്ടു മുന്നിലെത്തി എന്നറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ അത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏതുതരം ബന്ധത്തിലായാലും സന്തോഷം നഷ്ടപ്പെടുത്തുന്നതും കണ്ണു നിറയുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ്. അല്ലാത്തവർ അവരുടേതായ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചില്ലെങ്കിലും അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും.
നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവർ മാത്രമേ അവസാനം സമയങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കൂ. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളാണ് ഉത്തരവാദി. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും നിരാശയിലായിരിക്കും. വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും. നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാല ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല. ഏറ്റവും നല്ല ശീലങ്ങളിലൊന്നാണ് ക്ഷമ. ജീവിതത്തിൽ ക്ഷമിക്കുന്നവരെ കണ്ടാൽ അവർ ഭീരുക്കളാണെന്ന് കരുതരുത്. ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല.